നമുക്ക് തീർത്തും വേദനാജനകമെന്ന് തോന്നുന്ന ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് ചാലക്കുടിയിലുള്ള ഡോവ്ഡെയിൽ വീട്ടിലെ പാടത്തിപ്പറമ്പിൽ ഫാമിലിയിലെ കെന്നഡിയാണ്. ഏതാണ്ട് 10-30 വർഷം എയർക്രാഫ്റ്റ് എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ ജോലിയിൽ ഒരു തടസ്സം നേരിടുന്നു. ജോലിയുടെ അവസാന നാളുകളിൽ അദ്ദേഹം ദുബായ് എയർപോർട്ടിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിനു ശേഷം അടുത്ത പറക്കലിന് ടേക്ക് ഓഫിന് മുമ്പ് വിമാനം അതിന് യോഗ്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന ജോലിയായിരുന്നു കെന്നഡിയുടേത്. എന്നാൽ അപ്രതീക്ഷിതമായി പിടിപെട്ട കോവിഡ് പിന്നീട് ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ആവുന്നതിന് ഇടയാക്കുകയും അതുവഴി ഓർമ്മയ്ക്ക് സാരമായ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ജോലിയിൽ അതൊരു തടസ്സമാകുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹവും കുടുംബവും അദ്ദേഹത്തിന്റെ ജോലി അവസാനിപ്പിച്ചു. പിന്നീട് നാട്ടിലേക്ക് മടങ്ങുന്നു. വളർന്നു വരുന്ന അഖിനും അജ്വിനും ഒപ്പം അവരിപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് തളരാതെ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഈ വാർത്തയുടെ പ്രത്യേകത ഇതൊന്നുമല്ല, അത് വളരെ സുവിശേഷമാണ്. അതാണ് ഇനി പറയുന്നത്. കെന്നഡിക്ക് ഇന്ന് ഓർമ്മകളില്ല, അദ്ദേഹം സംസാരിക്കില്ല. തന്നെയുമല്ല, പിന്നീട് എപ്പോഴോ അപ്രതീക്ഷിതമായി സംഭവിച്ച വീഴ്ച അദ്ദേഹത്തിന്റെ ശരീരവും തളർത്തി. തളർന്നു പോകാതെ കെന്നഡിയെ ഭാര്യ ദീപ ശുശ്രൂഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് ദീപയുടെ കടമയുമാണ്. എന്നാൽ യുവാക്കളായ മക്കൾ പണ്ട് അപ്പൻ അവരെ താലോലിച്ചതുപോലെ, തങ്ങളെ വാത്സല്യത്തോടെ തലോരി ഉമ്മ വെച്ചതുപോലെ തിരിച്ചും അതിനെ അതിശയിക്കുന്ന വിധത്തിൽ കരുതലും വാത്സല്യവും കെന്നഡിക്ക് തിരിച്ചു കൊടുത്ത് അത്ഭുതമാവുകയാണ്. മക്കളായ അഖിനും അജ്വിനും ഒരു ദിവസമല്ല, നാട്ടുകാരെ കാണിക്കാനുമല്ല, പതിവായി അപ്പന്റെ അടുത്ത് വന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത് പോലെ മക്കൾ രണ്ടുപേരും അപ്പനെ ശുശ്രൂഷിക്കുന്നത് വലിയൊരു മാതൃക തന്നെയാണ്, നാം കണ്ടിരിക്കേണ്ടതുമാണ്. എത്ര നിഷ്കളങ്കമായിട്ടാണ് അവൻ തന്റെ അപ്പനെ ശുശ്രൂഷിക്കുന്നത്. നിയമാവർത്തനം 5:16 നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകുവാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഈ വചനം ഒരുപക്ഷെ ഈ മക്കൾക്ക് അറിയാമോ എന്നറിയില്ല, പക്ഷേ ഈ വചനത്തിന്റെ സത്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. കളിതമാശയിലൂടെ മകൻ അപ്പനെ ഫിസിയോതെറാപ്പി ചെയ്യിക്കുന്നത് കണ്ണു നനയിക്കുന്ന കാഴ്ച തന്നെയാണ്. വീടിനു മുമ്പുള്ള വീഡിയോ ആണ്. ഫസ്റ്റ് ഞങ്ങള് വൈകിട്ട് കുടുംബ പ്രാർത്ഥന ചെയ്യാൻ സമയത്ത് നമ്മുടെ ഓട്ടറിന്റെ ഫ്രണ്ടില് സോഫ മാട കൊണ്ട് ഇരുത്തുന്നതാവും. അതിന് മുട്ടുത്തി കുരിശ് വരയ്ക്കുന്നേക്കാളും മുമ്പ് എന്നും പപ്പായന് കെറ്റി കുരിശ് മുമ്പൊക്കെ വെച്ച് തല ഇതൊക്കെ റെഡിയാക്കി കുരിശ് അർപ്പിച്ചിട്ട് ഞങ്ങൾ പ്രയർ തുടങ്ങണം. അപ്പൊ അങ്ങനെ അവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പപ്പായന് ഒരുക്കുന്നതാണത്. അവർ തങ്ങളുടെ പപ്പായ കുഞ്ഞെന്നാണ് വിളിക്കുന്നത്. ഒരു കുഞ്ഞിനെ ഓമനിക്കുന്നത് പോലെ അവർ തങ്ങളുടെ അപ്പനെ കൊണ്ടു നടക്കുന്നു. കുഞ്ഞു കുട്ടികളെ പോലെ തന്നെയാണ് അവരുടെ പപ്പയും. കുഞ്ഞുകുട്ടിയെ കരുതുന്നത് പോലെ എല്ലാ കാര്യത്തിലും അവർ പപ്പയെ കരുതുന്നു. മാതാപിതാക്കൾ മക്കളെ ഓമനിക്കുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ മാതാപിതാക്കളെ തിരിച്ച് മക്കളെ പോലെ ഓമനിക്കാനും കരുതാനും ഒക്കെ ഉള്ളിലൊരു ദൈവികത ഉള്ളവർക്കേ സാധിക്കൂ. ഈ ചെറിയ പ്രായത്തിലെ ഈ മക്കൾക്ക് അതിന് സാധിക്കുന്നത് അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആഴമേറിയ ദൈവസ്നേഹത്തിൽ നിന്നാണ്. നിങ്ങളുടെ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വർഗീയ ആനന്ദം എന്നുമെന്നും തുടരട്ടെ. ഹഗായി 2-ാം അധ്യായം 9-ാം വാക്യം. ഈ ആലയത്തിന്റെ പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം.